നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വലിയ വാർത്തയാണ് കുറുവ സംഘവുമായി ബന്ധപ്പെട്ടത്. ആലപ്പുഴ, എറണാകുളം പ്രദേശങ്ങളിലെ നാട്ടുകാർക്ക് ഭീതിയുടെ രാത്രികളാണ് അവർ സമ്മാനിച്ചത്. ഒടുവിൽ ചടുലവും സാഹസികവുമായ നീക്കങ്ങളിലൂടെ കേരള പോലീസ് കുറുവ സംഘത്തിലെ ഒരു പ്രധാനിയെ തൂക്കിയെടുത്തു. ഇക്കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലും എറണാകുളത്തും സമാന രീതിയിൽ നിരവധി മോഷണങ്ങൾ. വീടിൻ്റെ കതക് തകർത്ത് അകത്ത് കയറി സ്ത്രീകളുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം ഊരിയെടുക്കുന്ന രീതി. കേരള പോലീസിന് ഒടുവിൽ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ എത്തി. 14 അംഗ കുറുവ സംഘം എറണാകുളത്ത് തമ്പടിക്കുന്നു. മോഷണ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവനെ പോലീസ് തൂക്കിയെടുത്തതോടെ കുറുവ സംഘത്തിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പോലീസിന്റെ പക്കൽ ഭദ്രം. പ്രതിയായ സന്തോഷ് സെൽവന്റെ നെഞ്ചിൽ പച്ച കുത്തിയിരിക്കുന്നു. ഇത് കുറുവ സംഘത്തിന്റെ കൃത്യമായ തെളിവാണ്. കേരളത്തിൽ 8 കേസുകൾ ഉൾപ്പെടെ 30ഓളം കേസുകളിൽ പ്രതിയാണ് സന്തോഷ്. മരട് പോലീസിന്റെ സഹായത്തോടെ ആദ്യം പ്രതികളെ തിരഞ്ഞു. ആ ശ്രമം അത്ര വിജയം കണ്ടില്ല. പിന്നീട് പ്രത്യേക സംഘത്തിലുള്ളവർ മപ്തിയിൽ കുണ്ടന്നൂർ പ്രദേശത്ത് തങ്ങി നിരീക്ഷണം തുടങ്ങി. മരട് ഫ്ളാറ്റ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ മല പോലെ കിടക്കുന്ന പ്രദേശം. അതിനടിയിൽ ഒരു തുരങ്കമുണ്ടാക്കി അവിടെ സ്വസ്ഥമായി കഴിയുകയായിരുന്നു സന്തോഷ് സെൽവൻ. പ്രദേശം പരിശോധിച്ച പോലീസിന് സന്തോഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പോലീസ് മടങ്ങിയെന്ന് കരുതി സന്തോഷ് പുറത്തു വന്നു. മപ്തിയിൽ പ്രദേശത്ത് പതുങ്ങി നിന്ന പോലീസുകാർ ചാടി വീണു. തുടർന്ന് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിയോടിയവരെ പോലീസ് ചതുപ്പിലൂടെ നീന്തിച്ചെന്നാണ് പിടികൂടിയത്. സ്ത്രീകൾ പോലീസിനെ വളഞ്ഞതിനിടെ അടിവസ്ത്രം മാത്രം ധരിച്ച് സന്തോഷ് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് IG ഉൾപ്പെടെയുള്ള വൻ സംഘം സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. ആലപ്പുഴ DYSP ഇൻസ്പെക്ടർ PJ ടോൾസൺ എന്നിവരും മാരാരിക്കുളം, അരൂർ, പൂച്ചാക്കൽ സ്റ്റേഷനുകളിലെ പോലീസും കളത്തിലെത്തി. പിന്നീട് സന്തോഷ് സെൽവൻ വെള്ളത്തിലേക്ക് ചാടി എന്നുറപ്പായി. തുടർന്നാണ് അഗ്നിരക്ഷാസേനയുടെ സഹായം പോലീസ് തേടിയത്. സ്കൂബ ടീം കളത്തിലിറങ്ങി സന്തോഷ് സെൽവന് വേണ്ടിയുള്ള തിരച്ചിൽ ചതുപ്പിൽ ആരംഭിച്ചു. തോടിൻ്റെ വശത്തെ ചാഞ്ഞ മരക്കമ്പുകൾക്കിടയിൽ ശരീരം വെള്ളത്തിലാക്കി അയാൾ ഒളിച്ചു നിന്നു. ഒടുവിൽ രാത്രിയോടെ സന്തോഷിനെ പിടികൂടി. ചേർത്തല, ആലപ്പുഴ, കായംകുളം റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം മോഷണ സംഘം തമ്പടിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ വിവരമാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ട്രെയിനിലാണ് ഇവരുടെ സഞ്ചാരം. ബസ് യാത്ര ചുരുക്കമായ ഇവർ നടത്താറുള്ളൂ. മോഷണ സമയത്ത് മൊബൈൽ ഫോണുകൾ ഇവർ കൊണ്ടുപോകാറില്ല. പല വഴിക്ക് പോകുന്ന സംഘാംഗങ്ങൾ പരസ്പരം ബന്ധപ്പെടാറില്ല. ആരാണ് കുറുവ സംഘം? തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നെത്തിയ കുറുവ സംഘത്തിനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ നമ്മെ നടുക്കിക്കളയും. വളരെ അപകടകാരികളാണ് ഈ കുറുവ സംഘത്തിൽപ്പെട്ടവർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നു ഈ സംഘം. ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്ന അർത്ഥത്തിൽ തമിഴ്നാട് ഇന്റലിജൻസാണ് കുറുവ സംഘം എന്ന പേരിട്ടത്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള റാംജി നഗറാണ് പണ്ട് തിരുട്ട് ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത്. സാധാരണ ഈ ഗ്രാമത്തിനടുത്തൊന്നും ഇവർ മോഷ്ടിക്കാൻ ഇറങ്ങില്ല. പകരം കേരളത്തിലോ മറ്റേതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിലേക്കോ ഇവർ സംഘമായി കടന്നു ചെല്ലും. റാംജി നഗറിൽ പെട്ടവരായിരുന്നു പഴയ കുറുവ സംഘത്തിലെ അംഗങ്ങളെങ്കിൽ ഇപ്പോൾ പല ഗ്രാമങ്ങളിൽപ്പെട്ടവരാണ് കുറുവ സംഘത്തിൽ പ്രവർത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ തിരുട്ട് ഗ്രാമങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നർത്ഥം. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവ. മോഷ്ടിക്കാനായി കൊല്ലാൻ വരെ യാതൊരുവിധ മടിയുമില്ല ഇക്കൂട്ടർക്ക്. എപ്പോഴും അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടാകും. ഇരുമ്പ് കമ്പിയോ മറ്റു വാളോ ഇവർ കൊണ്ടു നടക്കാറാണ് പതിവ്. വാതിലിന്റെ കുറ്റിയെടുക്കാനും എതിർപ്പുണ്ടായാൽ ആക്രമിക്കാനുമാണ് ഇത്തരം ഇരുമ്പ് വടികൾ കയ്യിൽ കരുതുന്നത്. 2 പേർ വീതം മിക്ക സ്ഥലങ്ങളിലും കവർച്ചയ്ക്കെത്തും. സുരക്ഷ കുറഞ്ഞ പിൻവാതിലുകൾ അനായാസം തുറക്കുക, അല്ലെങ്കിൽ തകർത്ത് അകത്ത് കയറുക. ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിലും കളർകോടുമൊക്കെ മോഷണം നടത്തിയത് ഇതേ രീതിയിൽ. കഴിഞ്ഞ ദിവസം കളർകോട് ഒരു കളരി അഭ്യാസിയുടെ അടിയേറ്റിരുന്നു ഒരു മോഷ്ടാവിന്. ഇയാളുടെ മൂക്കിലെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി എന്നാണ് പോലീസ് കരുതുന്നത്. ഇയാൾ ചികിത്സയ്ക്കെത്താൻ സാധ്യതയുള്ള ആശുപത്രികളും ക്ലിനിക്കുകളുമൊക്കെ കേന്ദ്രീകരിച്ച് നിരീക്ഷണം തുടരുകയാണ് പോലീസ്. കളർകോട് മാളിയേക്കൽ വീട്ടിൽ വിപിൻ ബോസ് കുടുംബത്തിന് ഭക്ഷണം വാങ്ങാൻ പുറത്തിറങ്ങിയപ്പോഴാണ് കുറുവ സംഘമെന്ന് സംശയിക്കുന്നയാളുമായി മൽപ്പിടുത്തം നടത്തിയത്. കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മോഷ്ടാവിന്റെ ദേഹമാകെ എണ്ണ പുരട്ടിയിരുന്നുവെന്നാണ് വിപിൻ ബോസ് പറയുന്നത്. ഒരു മോഷ്ടാവാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ അയാളെ കയറി പിടിച്ചു. എന്നാൽ കയ്യിലിരുന്ന മെറ്റൽ കൊണ്ട് അയാൾ ആക്രമിച്ചു. വിപിൻ ബോസിന്റെ കീഴ്ചുണ്ട് മുറിഞ്ഞു. ഇതേസമയം തിരിച്ച് വിപിൻ മുഖത്തിടിച്ചപ്പോൾ മൂക്കിന്റെ അസ്ഥി പൊട്ടിയിട്ടുണ്ടാകാമെന്നാണ് വിപിൻ ബോസ് പറയുന്നത്.
തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തി കവർച്ച നടത്തി മുങ്ങുന്നവരെക്കുറിച്ചുള്ള ഒരു സമഗ്ര വിവരം കേരള പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. 3850 കള്ളന്മാരുടെ പട്ടികയാണ് കേരള പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവരുടെ ചിത്രങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഉടനെ ഇക്കൂട്ടരെ വലയിലാക്കാനാണ് പോലീസ് ആദ്യം ശ്രമിക്കുക. ഓരോ തിരുടന്റെയും മോഷണ രീതികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് വെച്ച് കള്ളനാര് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കേരള പോലീസിന് സാധാരണ കഴിയും. ചിലർ പിൻവാതിൽ തകർത്തേ വീടിനകത്ത് കയറൂ. കേരള പോലീസ് തയ്യാറാക്കിയ 3850 കള്ളന്മാരുടെ ലിസ്റ്റിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നു. കുട്ടികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി ഇവ പോലീസിന്റെ വെബ്സൈറ്റിൽ ഇനി പ്രസിദ്ധീകരിക്കാനും ആലോചനയുണ്ട്. 500 കുടുംബങ്ങളെങ്കിലും ഒരുമിച്ച് താമസിക്കുന്ന ഒരു തിരുട്ട് ഗ്രാമം. ഗ്രാമത്തിലെ മിക്ക വീടുകളും അത്യാഡംബരം നിറഞ്ഞ ഇരുനില വീടുകളാണ്. അവിടെ എത്തിയ കേരള പോലീസ് അതിശയിച്ചു പോയി. കമനീയമായ കൊത്തുപണികൾ, വലിയ വില കൂടിയ ഫർണിച്ചറുകൾ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന കൊള്ള മുതൽ തുല്യമായി വീതം വയ്ക്കുന്ന ഒരു തിരുട്ട് ഗ്രാമം. മോഷ്ടാക്കളുടെ മക്കൾ പഠിക്കുന്നത് വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. അവരുടെ ജീവിതം അത്യാഡംബരങ്ങൾ നിറഞ്ഞത്. ദൈവപ്രീതിക്കായി കോളനിയിലെ ക്ഷേത്രത്തിൽ മൃഗബലി, പുറത്തുനിന്ന് എത്തുന്നവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ, കോളനിയാകെ CCTV കണക്ഷനുകൾ. കോളനിയിലേക്ക് കടന്നു വരുന്ന ആരുടെയെങ്കിലും കാര്യത്തിൽ സംശയം തോന്നിയാൽ അവരെ ആക്രമിക്കാൻ പ്രത്യേക ടീം. ഇത്തരത്തിൽ കുപ്രസിദ്ധരായ കുറ്റവാളികളുടെ താവളത്തിനുള്ളിൽ കയറിയാണ് അന്ന് സാഹസികമായി കേരള പോലീസ് എലിശേഖരൻ എന്ന വലിയ മോഷ്ടാവിനെ തൂക്കിയെടുത്തത്. 2015 കാലഘട്ടത്തിലാണ് അന്ന് കേരള പോലീസ് തമിഴ്നാട്ടിലെ ഈ തിരുട്ട് ഗ്രാമത്തിലെത്തി സാഹസികമായി ഒരു മോഷ്ടാവിനെ പിടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് തിരുട്ട് ഗ്രാമത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു. ബംഗളൂരു, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിരവധി കേസുകളുണ്ടായിരുന്നു ഈ തിരുട്ട് ഗ്രാമത്തിലെ മോഷ്ടാക്കൾക്കെതിരെ. എന്നാൽ സ്വന്തം ഗ്രാമത്തിനടുത്തു നിന്ന് യാതൊരുവിധ മോഷണങ്ങളും ഇവർ നടത്താറില്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇവർക്കെതിരെ കേസുകളുമില്ല. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെത്തി മോഷണം നടത്തി തിരികെ തിരുട്ട് ഗ്രാമത്തിലെത്തി സുഖമായി അവർ ജീവിക്കുന്ന ശൈലി. കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ അവർ സംഘമായി എത്തും. മോഷ്ടിക്കുന്നയാൾ മാത്രം മോഷണ മുതലുമായി നാട്ടിലേക്ക് മടങ്ങും. കൂട്ടത്തിലുള്ളവർ അടുത്ത മോഷണ സ്ഥലത്തേക്ക് പോകുന്നതാണ് ഇവരുടെ രീതി. ഒരു മോഷണം നടത്തിയാൽ ഗ്രാമത്തിലെ എല്ലാ കുടുംബത്തിനും മോഷണ മുതലിൻ്റെ വീതം അവർ തുല്യമായി പങ്കിട്ട് നൽകും. അമ്പലത്തിനും കാണിക്ക നൽകും. തിരുവനന്തപുരത്താണ് മോഷണം നടക്കുന്നതെങ്കിൽ കൊല്ലത്തോ നാഗർകോവിലിലോ ആയിരിക്കും സംഘം താമസിക്കുക. മോഷണത്തിന് മുൻപും മോഷണശേഷവുമൊക്കെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ. ഗ്രാമത്തിലേക്ക് കടക്കാൻ 2 വഴികൾ മാത്രം. പുറത്തുനിന്ന് ആരെങ്കിലും ഗ്രാമത്തിലെത്തിയാൽ അപ്പോൾ തന്നെ സംഘത്തിന് വിവരം ലഭിക്കും. മോഷ്ടാക്കൾ എന്ന് സംശയിക്കുന്നവരുടെ ഫോൺ രേഖകളും ഫോൺ കോളുകളും അടിസ്ഥാനമാക്കിയാണ് ഈ ഗ്രാമത്തിനുള്ളിൽ മോഷ്ടാക്കൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പോലീസ് പോലും മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലാണ് ഒരിക്കൽ കേരള പോലീസ് തിരുട്ട് ഗ്രാമം വളഞ്ഞത്. തമിഴ്നാട്ടിലെ രാംജി നഗർ എന്ന തിരുട്ട് ഗ്രാമത്തിൽ പ്രവേശിക്കാൻ തമിഴ് പോലീസും ഭയക്കും. വലിയ സന്നാഹങ്ങളോടെ അവിടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയാണ് പതിവ്. കേരളത്തിൽ ഭീതി വിതച്ച കുറുവ സംഘത്തെ തൂക്കിയെടുത്ത കേരള പോലീസിന് പ്രത്യേക അഭിനന്ദനം. ഈ സംഘത്തെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചില്ല എങ്കിൽ വരും നാളുകളിൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തും. സംഘത്തിൽപ്പെട്ട സ്ത്രീകൾ ഇപ്പോൾ സന്തോഷ് സെൽവനെ ഉൾപ്പെടെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന കാഴ്ച. ഇതൊക്കെ ആസൂത്രിതമായ ഇവരുടെ തന്ത്രങ്ങൾ തന്നെ. ഈ കുറുവ സംഘത്തെ കേരളത്തിൽ പച്ച തുടിക്കരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.